ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട് അതിൻ്റെ ഓർഡറും ഡിഗ്രിയും ചോദിച്ചാൽ നമ്മൾ എങ്ങനെ കണ്ടെത്താം? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഹയസ്റ്റ് ഓർഡറാണ് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഗ്രിയോ ആ ഹയസ്റ്റ് ഓർഡറിൻ്റെ ഹയസ്റ്റ് പവർ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾ കണ്ടു. ഇതിലൊക്കെ ആക്ച്വലി എന്തുണ്ട്? ഈ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് y എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്, അതിൻ്റെ ഡെറിവേറ്റീവ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. dy/dx കാണാം, dy/dxൻ്റെ സ്ക്വയർ കാണാം, d²y/dx² കാണാം. അപ്പോൾ ഇതിൻ്റെ ഓർഡർ ചോദിച്ചാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാം. ഹയസ്റ്റ് ഓർഡർ ഇവിടെ d²y/dx² ഉണ്ട്, അപ്പോൾ ഓർഡർ 2 ആണ്. ഇനി എൻ്റെ ചോദ്യം ഇതിൻ്റെ ഡിഗ്രി എന്താണെന്നുള്ളതാണ്. ഡിഗ്രി ഇവിടെ എഴുതുന്ന സമയത്ത് ആക്ച്വലി ഇതിൻ്റെ ഹയസ്റ്റ് പവർ d²y/dx² പവർ ഈസ് ആക്ച്വലി 1. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി 1 ആണോ? അല്ല, ഇതിൻ്റെ ഡിഗ്രി 1 അല്ല. അതെന്തുകൊണ്ടാണ് 1 അല്ലാത്തത്? ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോൺ പോളിനോമിയൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതെന്തുകൊണ്ടാണ് നോൺ പോളിനോമിയൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയാൻ കാരണം? അതായത് ഇത്രയുള്ള സംഭവം, ഈ സൈനിൻ്റെ ഉള്ളിൽ y' അതായത് dy/dx, e⁻y' അല്ലെങ്കിൽ cos d²y/dx², ഇങ്ങനെ സൈന് കോസ് ലോഗ് ഇതിൻ്റെ ഉള്ളിൽ ഡെറിവേറ്റീവ് ടേം വരികയാണെങ്കിൽ അത് നമ്മൾ നോൺ പോളിനോമിയൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇപ്പോൾ സൈനിൻ്റെ ഉള്ളിൽ ഡെറിവേറ്റീവ് ടേം വന്നത് കണ്ടോ? അങ്ങനെയാണെങ്കിൽ, അങ്ങനെ നോൺ പോളിനോമിയൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ ഡിഗ്രി ആക്ച്വലി നമ്മൾ നോട്ട് ഡിഫൈൻഡ് എന്നാണ് പറയുക. ഈ കേസിൽ മാത്രമാണ് നോൺ പോളിനോമിയൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൈന് കോസ് e⁻, ഇതിൻ്റെയൊക്കെ ഉള്ളിൽ ഡെറിവേറ്റീവ് ടേം വരികയാണെങ്കിൽ dy/dxോ d²y/dx² ഒക്കെ വരികയാണെങ്കിൽ ഡിഗ്രി ഡിഫൈൻഡ് ആവില്ല, ഓർഡർ ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ ഓർഡറും ഡിഗ്രിയും പറ. ഓർഡർ ആൻഡ് ഡിഗ്രി ഇത് വളരെ സിമ്പിളാണ്. ഓർഡർ ഹയസ്റ്റ് ഓർഡർ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം, d²y/dx² അല്ലേ ഉള്ളത്, അപ്പോൾ 2. ഡിഗ്രി ഇത് നോൺ പോളിനോമിയൽ ഒന്നും അല്ല, സൈൻ dy/dx e⁻dy/dx എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതാ ഇതിൻ്റെ ഹയസ്റ്റ് പവർ എന്താ? 1. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി എന്താ? 1. അപ്പോൾ ഓർഡർ 2 ഡിഗ്രി 1. സിമ്പിൾ.